ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫോ സെപ്പറേഷൻ സ്റ്റേജോ എങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നത് നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടോ ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗും ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അതുപോലെ അവരുടെ മുഖം, അവരുടെ പേര് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് ഓർക്കുക. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ. അതെന്താണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന സമയവും ആയിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ റീഡിംഗ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓർഡിനറിനെസ്, ഗൈഡൻസ്, ഇന്നർ വോയിസ്, comparison, isolation, outsider, sharing, conditioning, courage, mind, trust, change, intensity, nothingness, stress, the burden, playfulness, the fool energy. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ്. തീർച്ചയായും നിങ്ങളുടെ വ്യക്തിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇമോഷൻസ് ഒരു ലിമിറ്റിൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളാണ്. ഇവരുടെ ഉള്ളിൽ നിങ്ങളോട് വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷെ അവരത് ഒരു ലിമിറ്റിൽ കൂടുതൽ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു രീതികളാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നവരായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ നിൽക്കുന്ന സമയമായിരിക്കാം. പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് എന്നുള്ള രീതിക്ക് ഇവിടെ കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരുപാട് നാളുകളായിട്ട് ഒരിക്കലും ഇല്ല ഇനി മുന്നോട്ടേക്ക് എന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഒരു എനർജി അല്ല. കാരണം ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് ഒരുപാട് കാലങ്ങളോളം ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. ഇവർ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനെയും നിങ്ങളെയും വെച്ചിട്ട് ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം ഇവരുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും വ്യക്തികളോ സാഹചര്യങ്ങളോ ആയിരിക്കാം. അപ്പോൾ എന്തോ ഒരു സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന പേഴ്സൺ ആണിത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നോ കോണ്ടാക്ട് ആയിട്ട് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ ഇനിയും മുന്നോട്ടേക്ക് ഇങ്ങനെ പോയാൽ പോരാ, ഇതിനകത്തൊരു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ആവശ്യമാണ് എന്നുള്ളത് സ്വന്തമായിട്ട് തന്നെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ടോട്ടാലിറ്റി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആ ഒരു ടോട്ടാലിറ്റി ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നത്. ഇവരുടെ ലൈഫിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മൈൻഡ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിലും സ്ട്രെസ് ആണ് വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷനിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അവരൊരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റിൽ അല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹാപ്പി ആയിട്ടല്ല ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ഇവർ പുറമേ കാണിക്കുന്നത് ചിലപ്പോൾ ആ ഒരു രീതിയിലായിരിക്കാം.
ഇവര് ഭയങ്കര ഹാപ്പിയാണ്, കളിച്ച് ചിരിച്ച് നടക്കാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് മുന്നിലേക്ക് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഉള്ളുകൊണ്ട് ഇവര് ഒരുപാട് നീറുന്നുണ്ട്. ഐസൊലേഷൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഫ്രീസ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഫ്രീസ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വികാരങ്ങളും പുറത്തേക്ക് അറിയാനായിട്ട് സാധിക്കില്ല. കരയുകയാണോ സന്തോഷിക്കുകയാണോ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ്. ചിലവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടാവില്ല. ഇവര് ഹാപ്പി ആണോ അല്ലാന്നുണ്ടെങ്കിൽ ഇവര് വിഷമിച്ച് ആണോ നടക്കുന്നത്. ചിലവരുടെ കേസിൽ ഇവര് മറ്റൊരു മുഖം അണിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇവർ ആരുടെയോ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് തുള്ളുന്ന ഒരു പാവയായിട്ട് മാറിയിരിക്കുന്ന സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഇവരുടേതായ സന്തോഷങ്ങൾക്ക് ഇവർക്കൊരു വാല്യൂ നൽകാനും സ്വന്തമായിട്ടൊരു വാല്യൂ നൽകാനും സ്വന്തമായിട്ടൊരു ഹാപ്പിനെസ് കണ്ടെത്താനും ഒന്നിനും സാധിക്കുന്നില്ല. ഒരു സമയത്ത് നിങ്ങളെ ഒരു ബർഡൻ ആയിട്ട് ഒരു ഭാരമായിട്ട് ലൈഫിൽ നിന്ന് മാറ്റി വെച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോ ഇവർക്ക് തന്നെ ഇവരുടെ ജീവിതം ഒരു ഭാരമായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ലൈഫിൽ എല്ലാ രീതിക്കും ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അതുകൊണ്ട് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ലൈഫിൽ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളാൽ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഗൈഡൻസ് എല്ലാ രീതിക്കും ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ വാക്കുകളിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അതൊക്കെ നിങ്ങൾ ചെയ്ത വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവരുടെ ഈ ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷനിൽ ഇവർ നിങ്ങളെ ഇത്രയധികം മിസ് ചെയ്യുന്നത്. എന്നാൽ ഇവർ അതൊന്നും പുറത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇവരുടെ മനസ്സുകൊണ്ട് ഇവർ ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു അബണ്ടൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമൃദ്ധി കടന്നു വരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. സമൃദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ കാലങ്ങള് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ തന്നെയാണ്. ഒരു സമയത്ത് വളരെയധികം പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആണെന്നുണ്ടെങ്കിലും നോക്കിക്കണ്ടിരുന്നത്. അന്നൊക്കെ നിങ്ങൾ ഒരുമിച്ച് ഒന്നായി അല്ലെങ്കിൽ ഒന്ന് എന്നുള്ള രീതിക്ക് മുന്നോട്ടേക്ക് പോയവരാണ്. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇവര് നിങ്ങളും ഞാനും എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ വീണ്ടും അവർ ആ ഒരു ടോട്ടാലിറ്റി എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു കൈ ചേർത്ത് വെച്ച് ഒരുമിച്ച് തന്നെ ഒരു ജേർണി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക അങ്ങനെ ഒരു മെന്റാലിറ്റിയിലേക്ക് അവർ വന്നിട്ടുണ്ട്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവർ എത്രത്തോളം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിൽ പോലും ആ ഒരു പാസ്റ്റിൽ തന്നെയാണ് ഇവരുടെ ഇപ്പൊ ആ ഒരു മനസ്സ് പോയി stuck ആയിട്ട് നിൽക്കുന്നത്. അതവർ പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് വളരെയധികം ആ ഒരു റിലേഷൻഷിപ്പിന്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു സന്തോഷം അവർ കണ്ടെത്തിയിരുന്നു അല്ലെങ്കിൽ അത്രയും മനോഹരമായ ഒരു സമയമായിരുന്നു ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയിൽ കുറച്ചൊരു ഈഗോ ഉള്ള വ്യക്തികളാണ് ഇവര്. കുറച്ച് കോംപ്ലക്സ് അല്ലെങ്കിൽ കുറച്ചൊരു ഈഗോ ഒക്കെ ഉള്ള പേഴ്സണാലിറ്റി ആയിട്ടാണ് ഇവർ ഇവിടെ കാണിക്കുന്നത്. ഒന്ന് ഇവർ എക്സ്പ്രസ് ചെയ്യില്ലാത്ത രീതികൾ, രണ്ട് എന്ന് പറയുന്നത് ആരുടെ മുമ്പിലും പെട്ടെന്ന് അങ്ങനെ തലകുനിച്ച് തരില്ല. ഇപ്പൊ ഒരു സൊസൈറ്റിയുടെ മുന്നിലൊക്കെ ആണെങ്കിൽ പോലും ഇവർക്ക് നല്ലൊരു പേര് എടുപ്പൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം ഒരുപക്ഷെ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ ഒരു ലിമിറ്റിൽ കൂടുതൽ ആരുടെയും മുന്നിലേക്ക് തലകുനിച്ച് വരാത്തത്. നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരു ലിമിറ്റിൽ കൂടുതലായിട്ട് ഇമോഷൻസ് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാത്തത്. ഇമോഷൻ എന്ന് പറയുമ്പോൾ അവരുടെ സ്നേഹമാണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെയാണ് ഇവര് ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പൊ വരാതെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്. ഇവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ ഒക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവര് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് കടന്നു ചെന്നിരുന്നെങ്കിൽ എന്നുള്ള രീതിക്കാണ്. പക്ഷെ അവർക്ക് അറിയാം നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും എന്നുള്ളത്. ഇവർ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. ഇവരുടെ മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കഴിഞ്ഞ കാലങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്, മുന്നോട്ടേക്കുള്ള കാലങ്ങളും കൂടിയാണ്. ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതിരുന്ന ആ ഒരു സ്നേഹമൊക്കെ പ്രകടിപ്പിക്കണം. അത് ഇമോഷണലി വളരെയധികം ഓപ്പൺ ആയിട്ട് തന്നെ പ്രകടിപ്പിക്കണം. ഉള്ളിൽ വെക്കുക എന്നുള്ള രീതിയല്ല. ഇതുവരെ അവർ അതൊക്കെ ഇങ്ങനെ കടിച്ചു വെച്ചൊക്കെ നിന്നൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക് ത്രൂ തന്നെയാണ് വന്നിരിക്കുന്നത്. അവരുടെ ഒരു ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ അവർ തന്നെ പൊട്ടിച്ചെറിയാനായിട്ട് ഇപ്പൊ തീരുമാനം എടുത്തിട്ടുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിരുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ പേഴ്സണിൽ അവരുടെ ക്യാരക്ടറിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവായ ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ടോട്ടാലിറ്റി ആണെന്നുണ്ടെങ്കിലും പാർട്ടിസിപ്പേഷൻ ആണെന്നുണ്ടെങ്കിലും സെയിം മീനിങ് തന്നെയാണ്.
അവരാൽ കഴിയുന്ന രീതിയിൽ effort എടുക്കുക. സ്വന്തമായിട്ട് effort എടുത്ത് relationship ൽ ഒരു clarity കൊണ്ടുവരണം. പക്ഷെ അതിന് ഒരു action എടുക്കുക എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ കുറച്ചൊരു back ലേക്കാണ്. അത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു രീതിയാണ്. അവരുടെ genetic ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ചിലപ്പോ. ആരുടെ മുമ്പിൽ ഇതുവരെ അവർ ഒരു ലിമിറ്റിൽ കൂടുതൽ തല കുനിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു സമയത്ത് എത്രത്തോളം നിങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ കുറച്ചൊരു മടിയായിട്ട് നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ വളരെയധികം മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ്. ഒരു കളിചിരി തമാശ എന്നുള്ള രീതിയല്ല, ജീവിതത്തെയൊക്കെ വളരെ ഒരു പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അത്രത്തോളം സീരിയസ് ആയിട്ട് തന്നെ നോക്കിക്കാണുന്ന വ്യക്തികളാണ്. അപ്പൊ മെച്ചൂരിറ്റി കുറച്ച് കൂടിയതിന്റെ പ്രശ്നം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവരൊന്ന് പിടിച്ചു നിൽക്കുന്നത്. എങ്കിലും ഈ ഒരു ബന്ധത്തില് എല്ലാ രീതിയിലും ആ ഒരു സമൃദ്ധി ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ഓർഡിനറിനെസ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഇവരുടെ ലൈഫിൽ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചുറ്റുപാടുകളിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, ചുറ്റിനും നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് എല്ലാം ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാണ്. അതിലൂടെയാണ് ഇവർ മനസ്സിലാക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇമോഷൻസ് എന്ന് പറയുന്നത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാതെ മനസ്സിൽ മാത്രം നിയന്ത്രിച്ച് വെക്കേണ്ട ഒരു കാര്യമല്ല. അത് എക്സ്പ്രസ് ചെയ്യേണ്ട സമയത്ത് അത് അങ്ങനെ തന്നെ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു യാതൊരുവിധ കാര്യവുമില്ല. അപ്പൊ അത് ഇവർ മനസ്സിലാക്കുന്നത് കൊണ്ടിട്ട് ഷെയറിങ് വന്നിട്ടുണ്ട്. ഇതുവരെ അവര് ആ ഒരു കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ ഷെയറിങ്ങിൽ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവർ ഇവരുടേതായ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല, ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾ പോലും ഉണ്ടായിരിക്കാം. നിങ്ങൾ പക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഇവർ എന്തെങ്കിലുമൊക്കെ നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇവര് ഈ ഒരു സമയത്ത് അങ്ങനത്തെ കണ്ടീഷൻസോ കാര്യങ്ങളോ ഒക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവിടെയും ചേഞ്ച് തന്നെയാണ്. എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളോടും കൂടെ ഒന്ന് സംസാരിക്കണം. പരസ്പരം ഒന്ന് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് ആ ഒരു സന്തോഷം, സമൃദ്ധി, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ വളർച്ച ഇതെല്ലാം വീണ്ടെടുത്ത് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇവരങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ ഇപ്പൊ ഇവർ ഫേസ് ചെയ്യുന്ന, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, ഇവരിപ്പോ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവരൊരു സ്ട്രഗിളിങ്ങിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. മറ്റാരുടെയോ കയ്യിലെ പാവ പോലെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ തേർഡ് പാർട്ടിയിലേക്കൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു തീരുമാനം തെറ്റായ ഒരു ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെയും അവരുടെ സിറ്റുവേഷനെയും വെച്ച് അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇന്നർ സോള് അവരോട് പറയുന്ന ഗൈഡൻസ് ആയിട്ട് അവർക്ക് ലഭിക്കുന്ന കാര്യം, എല്ലാം കൊണ്ടും നിങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിലെ സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സമാധാനം നൽകിയിരുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ആഗ്രഹം പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് ഇനിയെങ്കിലും മുന്നോട്ടേക്ക് സ്വന്തം ഇന്നർ വോയിസ് അല്ലെങ്കിൽ സ്വന്തം യുക്തിപൂർവം തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കണം. മാത്രമല്ല നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എല്ലാ രീതിയിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഗൈഡൻസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും സ്നേഹത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും. ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവരെ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു എക്സ്പ്രസ് ചെയ്യുന്ന രീതിയല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലായിരിക്കാം. നിങ്ങൾ ഇമോഷൻസ് സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര സ്നേഹമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഭയങ്കരമായിട്ട് അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് അതിനകത്തേക്ക് വീണു പോകുന്ന രീതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും എഫേർട്ട് എടുത്ത് കൊണ്ടുപോയ വ്യക്തികളായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ. എന്നാൽ ഇവരായിട്ടായിരിക്കും നിങ്ങളിൽ നിന്ന് അവർ അകൽച്ച കാണിച്ചു പോയിരിക്കുന്നത്. ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, എന്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വാച്ച് ചെയ്യുന്ന സമയത്ത് ഇവർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഇവരെ പൂർണ്ണമായി ഉപേക്ഷിച്ച് കളയില്ല. ഇവരിനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായിരിക്കും. അപ്പൊ ഇവർക്ക് ആ ഒരു ഗിൽറ്റ് ഫീൽ ഒക്കെ ഇവിടെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇവരുടെ മൈൻഡ് ഒക്കെ ഭയങ്കര ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന സമയമാണ്. എങ്കിലും ഒരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസം വീണ്ടും ഇതിനെ ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു ട്രസ്റ്റ് വീണ്ടെടുക്കുക എന്നുള്ളത് സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളായിട്ട് അവരുടെ ലൈഫിലേക്ക് അങ്ങോട്ടേക്ക് ചെന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ് ഇതിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് തന്നെയാണ് ഇവർ മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. അവർക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്.
എന്തായിരുന്നു യഥാർത്ഥമായിട്ടുള്ള സത്യം എന്നുള്ള ക്ലാരിറ്റി. സത്യം എന്ന് പറയുമ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാണ്. നോ തിങ്ക്നെസ് എന്ന് പറയുമ്പോഴേക്കും കൂടുതലായിട്ട് ഒന്നും ചിന്തിക്കാൻ പറ്റാതെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ആക്ഷൻ എടുക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ആ ഒരു ഈഗോ വർക്ക് ആവുന്നുണ്ട്. സ്ട്രെസ് എല്ലാ രീതിക്കും ഒരു നെഗറ്റിവിറ്റി തന്നെ നിൽക്കുന്ന വ്യക്തികളാണ്. ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള സ്റ്റേജിലല്ല നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഇവിടെ കാണിക്കുന്നത്. അവർ വളരെയധികം വീക്ക് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കോമാളി ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്ട്രെസ് ആണെന്നുണ്ടെങ്കിലും പ്ലേഫുൾനെസ് ആണെന്നുണ്ടെങ്കിലും ഐസൊലേഷൻ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയം തന്നെയായിട്ട് വേണമെങ്കിൽ പറയാം. ദയനീയം എന്ന് പറയുമ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം എല്ലാവരുടെയും മുമ്പിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയല്ല. ഭയങ്കര ബോൾഡ് ആണ്. ഇങ്ങനത്തെ ഒരു ഇമേജ് ആണ് ഇവർ തന്നെ വരുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവർ തന്നെ വരുത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇവരുടെ ഇമോഷൻസിനെ പുറത്തേക്ക് കാണിക്കാനും പറ്റാത്തത്. പിന്നെ ഇവരുടെ ഈഗോ കോംപ്ലക്സ് അതെല്ലാം ഇവിടെ വർക്ക് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ഇവരെ കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളത് ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ ഒരു നോ കോണ്ടാക്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെസ്സേജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഇവർ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലവരുടെ കേസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവർ അതിന് ശ്രമിച്ചിരിക്കുന്നത് നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് ഒന്ന് ചെന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചാണ്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അവരെ ചേസ് ചെയ്ത് പുറകെ പോയി ആ ഒരു വേദന ഏറ്റുവാങ്ങി ഇനി ഒന്നിനും വയ്യ ഇവരായിട്ട് വരണമെങ്കിൽ വരട്ടെ എന്നുള്ള രീതിക്കൊക്കെ നിൽക്കുന്നവരും ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടുപേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇവർ ഇതൊന്നും നിങ്ങളെ അറിയിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അറിയാതെയാണ് ഇവരുടെ മനസ്സിൽ ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത്. മാത്രമല്ല ഇവരിപ്പോ ഇവരുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊരിക്കലും നിങ്ങൾ അറിയരുത് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അത് നിങ്ങൾ അറിയുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഇമേജ് നിങ്ങളുടെ മുന്നിൽ പൂർണ്ണമായിട്ടും തകർന്നു പോകും. കാരണം ഇവർ നിങ്ങളുടെ മുന്നിൽ എല്ലാ രീതിക്കും ഭയങ്കര തലയെടുപ്പോട് കൂടി ഭയങ്കര ഗാംഭീര്യത്തോടു കൂടി ഒക്കെ നിന്ന വ്യക്തികളാണ്. അപ്പൊ ഇവരൊരു മണ്ടത്തരത്തിലേക്കാണ് പോയി പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർ ഇത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളായിട്ട് പോലും മറ്റാരുടെയോ ഇഷ്ടം അനുസരിച്ച് ഇപ്പോ പ്രവർത്തിക്കുന്ന വെറും ഒരു പാവയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് തന്നെ അവരുടെ ജീവിതം ഒരു ഭാരമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കളിതമാശ കാര്യങ്ങളിലൊന്നും അവർക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ താല്പര്യമില്ല. കളിതമാശ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് അവർ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്ര സാഹസികപ്പെട്ടാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നും ഒരു മാറ്റം, മാത്രമല്ല നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ന്യൂ ബിഗിനിങ്, എല്ലാ രീതിക്കും ഒരു റീകൺസിലേഷൻ നടത്തുക. അവർ നിങ്ങളെ ഇപ്പൊ ഒരുപാട് ഓർക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നൽകിയിട്ട് പോലും നിങ്ങൾ ഇവർക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടം അനുസരിച്ച് ഇവരുടെ കൂടെ നിന്ന വ്യക്തികളാണ്. ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ പറയാനായിട്ട് പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. സ്വാഭാവികമായിട്ട് എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവരുടെ ഈ ഒരു രീതിക്ക് എതിരെ നിങ്ങൾ എന്തെങ്കിലും പറയാൻ പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കണം ഇവര് എന്ന് നിങ്ങൾ ചിന്തിക്കുകയോ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് ആണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഇവർ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഭയങ്കരമായ ഒരു റെസ്പെക്ട് തോന്നുന്നത്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ അവർ വെച്ചിരുന്ന ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതെല്ലാം കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റിയതിന് ശേഷം എല്ലാ രീതിയിലും അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആയിക്കൊള്ളട്ടെ, അവരുടെ കയ്യിലുള്ള രഹസ്യങ്ങൾ ആയിക്കൊള്ളട്ടെ, എല്ലാ രീതിയിലും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. ആ ഒരു ലീഡർഷിപ്പ് എന്നുള്ള രീതിക്ക് ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ആ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആവുക. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഗൈഡൻസ്, അതുപോലെ അവർ നിങ്ങൾക്ക് ഗൈഡൻസ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്, കെയറിങ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ആ ഒരു സന്തോഷമാണെന്നുണ്ടെങ്കിലും സമൃദ്ധി ആണെന്നുണ്ടെങ്കിലും എല്ലാം ഈ ഒരു ബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് ഇവരായിട്ട് ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങളായിട്ട് അവരുടെ ലൈഫിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നും ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഇവർ ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്നും ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവര്. കാരണം ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് അറിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
അപ്പൊ അവരുടെ ആ ഒരു ഈഗോ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് അവിടെ കാണിക്കുന്നത്. എന്നാൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് കഴിയുമ്പോൾ അവരുടെ ഇമോഷൻസ്, അത് സന്തോഷം, സമൃദ്ധി, അവർ അനുഭവിച്ച കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു എനർജി അല്ല ഇവിടെ കിട്ടുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയരുത് ഇതൊന്നും. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. കാരണം അവർ അനുഭവിക്കുന്ന ഐസൊലേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ അവരുടെ ഐഡന്റിറ്റി ഇവിടെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം പൂർണ്ണമായും നഷ്ടപ്പെട്ട് അവർക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോകാതെ ഇവിടെ നിന്ന് ഒരു ചേഞ്ച് ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് എത്താനായിട്ട് തന്നെ ആ ഒരു എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു തോട്ടിൽ നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടേത്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തില് എല്ലാ രീതിയിലും ആ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ് ഒക്കെ പൂർണ്ണമായിട്ടും ഡെത്ത് ആവണം എന്നൊക്കെ ഇവര് മനസ്സുകൊണ്ട് ഇപ്പൊ സ്വന്തമായിട്ട് തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഒരു സമയം വരെ ഇവർ അതേക്കുറിച്ചൊന്നും വലിയ bothered ആയിരുന്നിരിക്കില്ല. നിങ്ങളായിരിക്കാം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു വേദന ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയിലേക്ക് റിഫ്ലക്ഷൻ പോലെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവര് തന്നെ മനസ്സുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് തോട്ട് പോയിരിക്കുന്നത്. പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പൊ ഈ ഒരു സമയത്താണ് വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ട്രസ്റ്റ് ഒക്കെ ബ്രേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു ട്രസ്റ്റ് ഒക്കെ വീണ്ടെടുക്കണം എന്നും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളൊരു ഭാരമാണെന്നൊക്കെ ഇവർ പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഭാരം എന്ന് പറയുമ്പോൾ അത്രയും നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടും എല്ലാം കണ്ണടച്ച് തുറക്കും മുമ്പ് ഇവർ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇവർക്കൊരു എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആണെങ്കിൽ പോലും ചില സമയത്ത് ഇവർക്ക് കുറച്ച് ഇവരുടേതായ ഒരു സെൽഫിഷ് അല്ലെങ്കിൽ ആ ഒരു സെൽഫിഷ്നെസ് മൈൻഡ് കുറച്ച് കൂടുതലാണ്. ആ ഒരു സമയത്തിന്റെ ഭാഗം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഇവർ പ്രവർത്തിച്ചും സംസാരിച്ചും ഒക്കെ പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ആ ഒരു എല്ലാ രീതിക്കും ഉള്ള പ്രശ്നങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഇവരിലുണ്ട്. നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന നിങ്ങളുടെ ബന്ധത്തെ വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളുടെ ലൈഫിലെ എല്ലാ രീതിയിലും ഒരു പ്രകാശമായിട്ട് പോസിറ്റീവായിട്ട് തന്നെ കടന്നു വരണം. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു നഷ്ടപ്പെട്ട സന്തോഷം മാത്രമല്ല ഫൺ മൊമെന്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തമാശയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടേതായ ഹാപ്പിനെസ് അതെല്ലാം തിരിച്ചു കൊണ്ടുവരിക. ഇനി എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ട് ഒന്നും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ഏറ്റെടുക്കാൻ തയ്യാറല്ല. എന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. എന്തൊക്കെ തടസ്സം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക തന്നെ വേണം എന്നുള്ള രീതിക്കാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇന്റൻസിറ്റി എന്ന് പറയുമ്പോഴേക്കും സ്നേഹത്തിന്റെ തീവ്രത എന്നുള്ള മീനിങ് മാത്രമല്ല, വളരെ ഫാസ്റ്റ് എനർജിയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് മുന്നോട്ടേക്ക് ഒരു ലോങ് ടേമിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന എനർജിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവരുടെ മനസ്സിൽ നടക്കുന്ന ഫീലിങ്സും കൂടെയാണ്. ഇവർ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതൊന്നും ഇവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അവർ എക്സ്പ്രസ് ചെയ്യാത്തതിന്റെ കാരണം നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് എത്തണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരിത് പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്തത്. മനസ്സുകൊണ്ട് നിങ്ങളെ അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഇന്നർ വോയിസ് ഈ ഒരു സമയത്ത് ഇവരോട് പറയുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുമായിരിക്കും എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഒരു മെസ്സേജ് അയച്ച് അങ്ങോട്ടേക്ക് നോക്കണോ, അല്ലെങ്കിൽ അവരെ മറ്റാരെങ്കിലും വഴി അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കണോ, എന്തായിരിക്കും ഇവരുടെ ഒരു പ്രതികരണം എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ട് തന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയിലേക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ക്ലൂസും കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. 36 വന്നിട്ടുണ്ട്. ടോറസ് സോഡിയക് സൈൻ ആണ്. നവംബർ എന്നൊരു മന്ത്. ലിബ്ര. കെ എന്നൊരു ലെറ്റർ. ഡി എന്നൊരു ലെറ്റർ. 37 ഓഗസ്റ്റ് മന്ത്. കാപ്രിക്കോൺ. ജൂലൈ. കെ അഗെയിൻ വന്നിട്ടുണ്ട്. പി എന്നൊരു ലെറ്റർ. കണ്ണൂർ. കൊല്ലം. 44 പൂരാടം. ടി എന്നൊരു ലെറ്റർ. 7
P again വന്നിട്ടുണ്ട്. 44 again വന്നിട്ടുണ്ട്. രോഹിണി, ബാംഗ്ലൂർ, സെപ്റ്റംബർ മന്ത്, N എന്നൊരു ലെറ്റർ, 28 മാർച്ച്, 38 R എന്നൊരു ലെറ്റർ, 1990 അശ്വതി, V എന്നൊരു ലെറ്റർ, R again വന്നിട്ടുണ്ട്. കാലിക്കറ്റ്, വയനാട് എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ് ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.